ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാം സ്പേസ്. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ വെജിറ്റബിളൊക്കെ എങ്ങനെയാണ് ഒരാഴ്ചത്തേക്ക് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണതെന്നും പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായി കണ്ടോക്കി. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തുണികളൊക്കെ ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ചധികം തുണികൾ വാഷ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഒരുപാട് തുണികൾ വാഷ് ചെയ്യാനുണ്ടാവും. അപ്പോൾ 2 ട്രിപ്പൊക്കെ ഇടാനുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു പരിപാടിക്ക് ആദ്യം തന്നെ അങ്ങോട്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാണ്. ബെഡ് ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാന ക്ലീനിങ്ങൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് കുറച്ചൊരു ക്ലീനായി കിടക്കും കേട്ടോ. അതായത് നമ്മൾ എണീച്ച് വന്ന് ബെഡ്ഷീറ്റൊക്കെ ആകെ കച്ചറയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചൊവ്വിനെ തട്ടിക്കൊട്ടി വിരിക്കലും ഒക്കെ ചെയ്താൽ തന്നെ വീട് കുറേ ഒരു പകുതി ക്ലീനായി കിടക്കും. ഇതിപ്പോൾ മക്കളുടെ റൂമാണ്. അവർ രാവിലെ സ്കൂളിൽ പോകലൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം റൂം വലിച്ചു വാരിയിട്ടുണ്ടാവും. അപ്പോൾ അതും ഒക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിടാണ്. ഇനിയിപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് ഇങ്ങനെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. പച്ചമുളക് അത് നന്നായി ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായി അതിനുള്ള ഈർപ്പും പൊടികളും ഒക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തിട്ട് അതിൻ്റെ തോക്കൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് വെക്കുക. അങ്ങനെ കഴുകാറില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുമ്പോൾ അപ്പോഴാണ് കഴുകുക. അല്ലാണ്ട് മൊത്തത്തിൽ കഴുകി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഇങ്ങനെ മൊത്തം ഒന്ന് ടിഷ്യൂ കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് സൂക്ഷിക്കാറ്. ഇതിപ്പോൾ ഒരാഴ്ച ഒന്നല്ല, ഒരു 2 ആഴ്ച വരെയൊക്കെ പച്ചമുളക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. ബ്രോക്കോളി അതുപോലെ ചെറിയ പീസായി ചെറിയ അല്ലികളാക്കിയിട്ട് അടർത്തിയെടുത്തിട്ട് നന്നായി ക്ലീനാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെക്കും. ഇതും നല്ലൊരു വെജിറ്റബിളാണ് ബ്രോക്കോളി തോരനായിട്ടും സാലഡാക്കിയിട്ടും ഉപ്പേരിയാക്കിയിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മളിവിടെ അധികം സാലഡിലേക്കാണ് യൂസ് ചെയ്യുക. ഈ ബ്രോക്കോളിയുടെ തണ്ടുണ്ടാവും, അത് ആണ് ഞാൻ അധികം തോരനിൽക്കും ഉപ്പേരി വെക്കാനൊക്കെ എടുക്കുക. കോവക്ക നന്നായി വാഷ് ചെയ്ത് ഒരു 2-3 വട്ടമൊക്കെ നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുകയാണ്. ഇത് വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് കണ്ടെയ്നറിലാക്കി വെക്കുക. അപ്പോൾ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ചെറിയുള്ളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുക്കുന്നുണ്ട്.
ടേബിളിൽ ഒന്നോ രണ്ടോ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് അതിൽ കൊടുന്ന് വെച്ചിട്ടാണ് ഈ സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. കാരണം ഇത് ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതിൻ്റെ തോലി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വലിയൊരു പേപ്പറിലേക്കാവുമ്പോൾ പിന്നെ നമുക്ക് അതിൽ തന്നെ അതിൻ്റെ കച്ചറൊക്കെ ഇട്ട് എടുക്കാമല്ലോ. ഇത് ക്ലീനാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ കൂടി ആ പേപ്പറോട് തന്നെ കൂടി എടുത്ത് മടക്കിയിട്ട് നമുക്ക് വേസ്റ്റിലേക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ വേറെ എവിടെയും പിന്നെ വല്ലാണ്ട് കച്ചറയൊന്നും ആവില്ല. ഇതൊക്കെ എനിക്ക് കംഫർട്ടായിട്ടും ഈസി ആയിട്ടും തോന്നുന്ന മെത്തേഡുകളാണ്. പലരും പല രീതിയിലാവും ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിലാണ്. മീൻസ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഞാനിങ്ങനെ ഉള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറ്. വീട്ടിൽ ഫുഡ് ഉണ്ടാവുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പണികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ വന്ന ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ചെറുള്ളി ഇതൊന്നും ഞാനങ്ങനെ കഴുകിയിട്ടല്ല കേട്ടോ സൂക്ഷിക്കാറ്. ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. ഇത് കഴുകി വെക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് അത് ചീത്തയാവണ പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്ത് കഴുകാറാണ് പതിവ്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കാനും എടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റാക്കാനുള്ളത് നന്നായി കഴുകി ചെറുതായി നുറുക്കി മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി വെക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ജാറിലിട്ടാലാണ് എൻ്റെ മിക്സിയിലത് നന്നായിട്ടിങ്ങനെ പേസ്റ്റായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചില കഷ്ണങ്ങളൊക്കെ വലിയ വലിയ പീസായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഇടണത്. ഒരു ദിവസം കുറച്ച് നേരം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരുപാട് സമയം ലാഭിക്കാനും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം നമ്മളിതിനു വേണ്ടി കണ്ടെത്തണം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ നമ്മളെ ഇഷ്ടം പോലെ സമയം ഫ്രീ ആയിരിക്കണ സമയങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണത് ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചാൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടാവാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് എല്ലാ കറികൾക്കും ഒരുവിധമുള്ള കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്.
കോവയ്ക്കയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടവൽ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറിയ ചെറിയ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരമായിട്ടുള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.